പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ്. നമ്മൾ പലപ്പോഴും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആ ഒരു റെസ്റ്റോറൻറ്റ് ഒരു സ്റ്റൈൽ കിട്ടാറില്ല. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കിട്ടുമോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഒന്നും അധികം പാടില്ല, അധികമായാലും അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കൂടുതൽ കിടക്കും. അപ്പോൾ നമുക്ക് അടുത്തത് മുളക് പൊടിയാണ്. മുളക് പൊടി കുറച്ചധികം വേണം, അതിൻ്റെ കളറിനും രുചിക്കും. ഇത് കാശ്മീരി മുളക് പൊടിയല്ല, നോർമൽ മുളക് പൊടിയാണ്. കാശ്മീരി ആണെങ്കിൽ നമുക്ക് കുറച്ച് ഇട്ടാൽ മതിയായിരുന്നു, നോർമലാണ് കുറച്ച് കയറ്റിയിടണം, കാരണം എന്നാലേ ഇരുപത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ടു. ഇനി നമുക്ക് വേണ്ട കുറച്ച് ഗരം മസാലയാണ്. ഇത് നമ്മൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ്. ഇത് വളരെ സ്വല്പം, അധികമാവാൻ പാടില്ല. ഗരം മസാലേൻ്റെ ടേസ്റ്റ് അധികം വന്നാൽ മോശമല്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഹോം മെയ്ഡ് കുരുമുളക്. അപ്പോൾ അതൊരു 1/4 ടീസ്പൂൺ, സോറി ഒരു 1/4 ടീസ്പൂൺ മതി. ഇത്രയൊക്കെ ഇടുക. അതിന് ശേഷം നമ്മൾ കുറച്ചൊരു ലെമൺ ഉണ്ടെങ്കിൽ ലെമൺ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വിനേഗർ. അല്ലെങ്കിൽ വിനേഗർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ലെമൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇത്രയും സാധനം ഇടുക. അതിനുശേഷം ഉപ്പിൻ്റെ മാത്രം. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ ചിക്കൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ അത്രയും ഉപ്പ് ഇടുക. നമ്മളിപ്പോൾ അത്രയും എടുത്തിട്ടുള്ളൂ, നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ കണക്കായിട്ടുള്ള ഉപ്പ് മാത്രം നമ്മൾ ഇട്ടാൽ മതി. ഇത്രയും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു സാധനം പറയാൻ വിട്ടുപോയി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ മിക്സിയിൽ അടിച്ചപ്പോൾ അത്ര മുതിഞ്ഞില്ല, നോക്കാം, അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ പെരിഞ്ജീരകം വേണം, പെരിഞ്ജീരകത്തിന് ലഭ്യത ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചിട്ടില്ല. മൂന്നാണ് കുറച്ച് അരിപ്പൊടി. നമുക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി മതി, ഒരു ക്രിസ്പിനെസ്സിന് കുറച്ച് മുളകിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇത്രയും സാധനം ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് കുഴക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഇതിൻ്റെ എല്ലാ സാധനം നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ കറിവേപ്പില ഈ ഫ്ലേവറിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കൊടുക്കാം. ചെയ്യാൻ വെച്ച ചിക്കൻ ഏകദേശം അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനാണ്. ഇത് ഓരോന്നായിട്ട് ഈ ഒരു ഇതിലേക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നമുക്ക് ഏകദേശം കോരാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്ത് ഈ രീതിയിൽ കിട്ടി. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സണ്ണി സ്റ്റാർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളെ കൂട്ടുകാരിലേക്ക് വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുക. ഇതുപോലെയുള്ള നാടൻ വീഡിയോസിനായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.